നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മളുടെ സംസ്ഥാനത്തെ മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ മെയ് 26 ചൊവ്വാഴ്ച മുതൽ സർക്കാർ ആരംഭിച്ചിരുന്നു. ധനസഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ലഭിച്ചു കാണും. 2000 രൂപ വീതമുള്ള വിതരണമാണ് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി കൈകളിലേക്ക് തുക വിതരണം ചെയ്യുന്ന സംവിധാനം ഉൾപ്പെടെ ആരംഭിക്കേണ്ടതുണ്ട്. വിവിധ മേഖലകളിൽ തുടങ്ങിക്കാണും. ഇത് 1-2 ദിവസം കൊണ്ട് തന്നെ പൂർത്തിയാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങൾ, പുണ്യദിനങ്ങൾ, ബക്രീദ് പോലുള്ള ദിനങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് നമ്മളുടെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ ധനസഹായം എത്തിച്ചേരും. എന്നാൽ ഈ ആനുകൂല്യമൊക്കെ ലഭിക്കുന്നവർ നമ്മളുടെ വീടുകളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, പെൻഷനുമായി ബന്ധപ്പെട്ട് തുടർന്നും പെൻഷൻ ലഭിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ടോ? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പുതിയ സർക്കാരാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള പെൻഷൻ തുക 3000 ആണ്. അത് എന്നു മുതൽ? ഈ 2 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. ഇതിൽ ഏറ്റവും ആദ്യത്തേത് പെൻഷൻ വർധനവ്. 3000 രൂപ ആക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തുക എന്നാണെന്ന് ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിൽ 6 മാസത്തിനകമാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതായത് 3000 രൂപ വീതം പ്രതിമാസ പെൻഷൻ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കി പെൻഷൻ തുക വർധനവ് അത് 6 മാസത്തിനുള്ളിൽ സർക്കാർ നടപ്പിലാക്കും. അതിന് തവണകളായിട്ടാണോ അല്ലെങ്കിൽ ഒറ്റത്തവണയായിട്ട് നിലവിൽ 1000 രൂപയുടെ വർധനവ്, ഈ സംവിധാനമൊക്കെ ആണോ എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ നമുക്ക് അറിവായിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിൽ പോലും നമുക്ക് വലിയ കാലതാമസമില്ല ഇത്തരത്തിലൊരു തുക വർധനവിലേക്ക് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇത് മാത്രമല്ല, പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കർശന വേരിഫിക്കേഷൻ ഈ സമയത്തൊക്കെ നടക്കുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഭൗതിക പരിശോധനയൊക്കെ ഇപ്പോൾ ഗണ്യമായിട്ട് തന്നെ കൂടിയിട്ടുണ്ട്. കൃത്യമായിട്ട് അർഹതയുള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ ആനുകൂല്യം ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീട്, ഇത് മാത്രമല്ല വീട്ടിൽ വാഹനമുള്ളവരെയും അതോടൊപ്പം തന്നെ AC ആഡംബര വസ്തുവായിട്ടാണ് മുൻപ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിലെല്ലാം ഇളവുകൾ നൽകണമെന്നുള്ള ഒരു നിർദ്ദേശവും ഇപ്പോൾ UDF ഗവൺമെൻറ്റിൻ്റെ പക്കലേക്ക് സാധാരണക്കാരുടെ ഇടയിൽ നിന്നും വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വളരെ വൈകാതെ സംസ്ഥാന സർക്കാർ പരിഗണിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിലേക്ക്, പ്രത്യേകിച്ച് വാർദ്ധക്യകാല പെൻഷൻ സ്കീമിലേക്ക് ഇടം ലഭിക്കുമെന്നർത്ഥം. അതുമാത്രമല്ല, നിലവിൽ ഇപ്പോഴുള്ള കുടുംബ വാർഷിക വരുമാന പരിധി 1 ലക്ഷം എന്നുള്ളത് ഉയർത്തണമെന്നുള്ളൊരു നിർദ്ദേശവും വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പരിഗണിക്കേണ്ടത് ഈ സർക്കാരാണ്. അതുമാത്രമല്ല, ഭിന്നശേഷി പെൻഷൻ നമുക്ക് 3000 രൂപ പെൻഷനാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ 25% കൂടി അധിക തുകയായിരിക്കണം ഭിന്നശേഷി പെൻഷനായിട്ട് വിതരണം ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ആ ഒരു പദ്ധതി കൂടി നടപ്പിലാക്കുമെന്ന് ഈ സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഈ സമയത്ത് നടപ്പിലാക്കാനുള്ളത്, പ്രാബല്യത്തിൽ വരുത്താനുള്ളത്. ഇത് 6 മാസത്തിനകമായിരിക്കും നടപ്പിലാക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പെൻഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ മസ്റ്ററിങ് ആയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതി ആയിട്ടില്ല. നിലവിൽ മഴക്കാലമെല്ലാം കഴിഞ്ഞ ശേഷമായിരിക്കും നമുക്ക് വാർഷിക മസ്റ്ററിങ്ങിനുള്ള സമയം. ആ ഒരു സമയത്ത് മാത്രം ചെയ്താൽ മതിയാകും. ഇപ്പോഴിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഡോക്യുമെൻറ്റുകളൊന്നും ഇപ്പോൾ പുതുക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ കഴിഞ്ഞ സർക്കാർ അറിയിച്ചതനുസരിച്ച് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, നമ്മളുടെ കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഗുണഭോക്താവിൻ്റെ പേരിലുള്ളത്, പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താവ് ആരാണോ അവരുടെ പേരിലുള്ളത് നാളിതുവരെയായിട്ട് ഒരിക്കൽ പോലും ഏൽപ്പിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ എണ്ണം ഏകദേശം 2.5 ലക്ഷത്തോളമാണ് എന്നാണ് കഴിഞ്ഞ സർക്കാർ അറിയിച്ചിരുന്നത്. അവർക്ക് ഇത് ഏൽപ്പിക്കാനുള്ള സമയപരിധി 2026 ജൂൺ മാസം 30-ാം തീയതി വരെയാണ്. അതിന് മുൻപ് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലോ അതിന് മുൻപുള്ള ഏതെങ്കിലും വർഷങ്ങളിൽ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നിയമം ബാധകമല്ല. വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും ഏൽപ്പിക്കാത്ത ചിലരുണ്ട്. അങ്ങനെയുള്ളവരുടെ എണ്ണമാണ് നമ്മൾ മുൻപ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മാത്രം വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇല്ലാത്ത പക്ഷം ഈ 2.5 ലക്ഷത്തോളം പേർക്ക് പിന്നീട് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അത് സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരാണ്, അവരെയാണ് ഇത് ബാധിക്കുന്നത്. എന്നാൽ ക്ഷേമനിധി ബോർഡ് വഴിയൊക്കെ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്ക് അത്തരം നിയമങ്ങൾ ബാധകമല്ല. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.